നമസ്കാരം, ഞാൻ രശ്മിയാണ്. ഇന്ന് നമുക്ക് അപ്പത്തിന്റെ ഇടിയപ്പത്തിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ മപ്പാസിന്റെ റെസിപ്പിയാണ്. ഈ ഒരു കറി ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. അത്രയ്ക്കും ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. മറന്നു പോകാതെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് മപ്പാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർക്കാം. രണ്ടും 1/2 ടേബിൾ സ്പൂൺ വീതമാണ്. 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 6 7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. ഇതിലേക്കൊരു 5 പച്ചമുളകും നെടുകെ മുറിച്ചതും 2 വറ്റൽമുളക് മുറിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ, അതുപോലെ പച്ചമുളക് ഒന്ന് വാടുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞത് ചേർക്കാം. 50 ഗ്രാം ഉണ്ടാകും. ഒരു 15 എണ്ണൊക്കെ എടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. അത് കനം കുറഞ്ഞ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റി ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്നങ്ങ് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഉള്ളിയും വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആവട്ടെ. അതുപോലെ തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് മസാലയൊക്കെ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കാം. മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിക്കോട്ടെ. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ്. ചെറിയ പീസായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോഴായിരിക്കും കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ എല്ലുള്ള ചിക്കൻ എടുക്കാനും ശ്രദ്ധിക്കണേ. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ചിക്കൻ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ചിക്കൻ പൊടിഞ്ഞു പോകാതെ നോക്കണേ. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാലാണ്. 2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് പിഴിഞ്ഞെടുത്തിരിക്കുന്ന 1/2 കപ്പ് 1ാം പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവസാനം ചേർക്കാം. ബാക്കിയുള്ള തേങ്ങാപ്പീരയിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് അടിച്ച് പിഴിഞ്ഞെടുത്തിരിക്കുന്ന 2 കപ്പ് 2ാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ചിക്കൻ നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണേ. ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതുമാണ് വേണ്ടത്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ വീതം പെരുംജീരകവും മുഴുവൻ കുരുമുളകും എടുത്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തതാണ്. നിങ്ങളുടെ അടുത്ത് വേറെ വേറെയാണ് ഉള്ളതെങ്കിൽ അങ്ങനെ ചേർക്കാം. അതല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് അങ്ങ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞ മീഡിയം സൈസുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കട്ടിയുള്ള 1/2 കപ്പ് 1ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചട്ടീൻ്റെ ചൂടും കൊണ്ട് തന്നെ തേങ്ങാപ്പാലൊന്ന് ചൂടായി കിട്ടിക്കോളൂ. ചട്ടിക്ക് ചൂട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടാവുന്നവരെ അങ്ങ് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. ഒരുപാടങ്ങ് തിളപ്പിക്കേണ്ട. കാരണം കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അതങ്ങ് പിരിഞ്ഞു പോയാലോ, അതുകൊണ്ടാണ്. ചാറ് ഇത്രയും കുറുകിയിരുന്നാൽ മതി. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. ഇനി ഇതിലേക്ക് ഒരു തണ്ട് പച്ചക്കറിവേപ്പിലയും 1-2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. വെളിച്ചെണ്ണേൻ്റെയും കറിവേപ്പിലേൻ്റെയും ഒക്കെ ഫ്ലേവർ കറിയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ. ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകമാണോ നോക്കണേ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. മൊത്തത്തിലൊരു 2.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 2.5 മുതൽ 2.25 ടീസ്പൂൺ ഉപ്പ് വരെ വേണ്ടി വരും. അതുപോലെ എരിവൊക്കെ പാകമാണോ നോക്കുക. ഇതിലേക്കൊരു 2 പച്ചമുളകും കൂടെ കീറിയിട്ടാൽ നല്ലതായിരിക്കും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമ്മൾ വേറെ ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല. ഈ ഒരു പൊടികൾ മാത്രം ഒന്ന് ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. ഇനി അത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ വരെയൊക്കെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇടിയപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും വെള്ളപ്പത്തിൻ്റെയും അതുപോലെ കള്ളപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ്. ഇരിക്കും തോറും ഇതിന് ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അവസാനം ചേർക്കുന്ന കറിവേപ്പിലയും വെളിച്ചെണ്ണയും പച്ചമുളകും തക്കാളിയും ഒഴിവാക്കരുത്. അതും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണേ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.